തന്ന് എന്നെ പരീക്ഷ എഴുതിപ്പിക്കാവുന്ന ഒരു ഓപ്ഷനിലേക്ക് ടീച്ചേഴ്സും എല്ലാവരും എഗ്രിമെൻ്റായി. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കുത്തിയിരുന്ന് പറഞ്ഞു തരും, ഞാൻ ആ കിടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്ക്രിബിൾ ചെയ്യും. എനിവേ ഒരു ഫൈൻ മോർണിംഗിൽ അവരെന്നെ എക്സാമിന് ക്ലിയർ ചെയ്തു. ആ സമയത്ത് വേറൊരു കാര്യം കൂടി സംഭവിച്ചു. മാഡം പറഞ്ഞു, നിനക്ക് 3 hours എക്സാം എഴുതാം, ഓക്കെ, അന്നൊരു മെഡിക്കൽ ക്ലിയറൻസ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. എൻ്റെ ഫ്രണ്ട്സ് മെഡിക്കൽ ക്ലിയറൻസ് ചെന്നപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് എഴുതി കൊടുത്തു, ഷീ ക്യാൻ നെവർ സിറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 3 hours, 3 മണിക്കൂർ കണ്ടിന്യൂസ് ഒരിക്കലും ഇരിക്കത്തില്ല എന്ന്. അത് കേട്ട് മനസ്സ് ഭയങ്കര വിഷമിച്ചു. ഞാനിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ക്ലിയറാ, ഇതെനിക്കില്ല. എനിവേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, വിശ്വാസത്തോടെ മാഡത്തോട് പോയി പറ, എന്നെ ഞാൻ ക്ലിയർ ചെയ്യാൻ പറ, അത് കിട്ടിയതായിട്ട് മാഡത്തോട് അവതരിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ എനിവേ അവർ ചെന്ന് മാഡത്തോട് സംസാരിച്ചു. മാഡം എന്നെ എക്സാമിന് ക്ലിയർ ചെയ്തു. അങ്ങനെ ആ ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് മലയാള മനോരമയിൽ എഗൈൻ ഞങ്ങളുടെ എക്സാം ഡേറ്റ് വന്നു. കറക്റ്റ് 7ാമത്തെ ദിവസം BSc നഴ്സിംഗിൻ്റെ എക്സാമാണ്. സോ അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങൾ 1 റൗണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ 2nd റൗണ്ട് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിൻ്റെ തലക്കിലിരുന്ന് വായിച്ച് കേൾപ്പിക്കാം, നീ കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആലോചിക്കാം, ഞാൻ ഒത്തിരി മെഡിസിൻസ് എടുക്കുന്നുണ്ട്. പെയിൻ മെഡിസിൻ ഒരു വഴിക്ക്, സ്റ്റീറോയിഡ്സ് ഒരു വഴിക്ക്, തല താഴോട്ട് കാല് പൊക്കി വെച്ച് വെയിറ്റ് വിട്ട് കിടക്കുക, തന്നെ തിരിയാൻ പറ്റത്തില്ല, മറിയാൻ പറ്റത്തില്ല, എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ കിടക്കുന്ന എൻ്റെ തലയ്ക്ക് വന്നിരുന്ന് എൻ്റെ ഫ്രണ്ട്സ് ബുക്ക് വായിച്ച് കേൾപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് എക്സാമിന് പോയി. ഞാൻ അവിടെ ചെന്ന എക്സാമൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ എഴുതി. എനിക്ക് ബ്രേസ്, ബെൽറ്റ്, എനിക്ക് തന്നെ നിൽക്കാൻ പറ്റത്തില്ല, 2 പേര് പിടിച്ചുകൊണ്ട് എക്സാം ടേബിളെ ഇരുത്തണം. സോ ഒരു കംപ്ലീറ്റ് വികലാംഗയായിട്ട് ഞാനിരുന്ന് എക്സാമൊക്കെ എഴുതി. എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു എക്സാമും പ്രാക്ടിക്കൽസും തമ്മിൽ കുറേ ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ നിൽക്കണം. കാര്യം എനിക്ക് തന്നെ കുളിക്കാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോലും പോകണമെങ്കിൽ എന്നെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ എനിക്ക് കിടക്കുന്ന സ്ഥലത്ത് ബെഡ് പാനോ എന്തെങ്കിലും തരണം. സോ അങ്ങനെ അത്ര നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ ഇട്ടിട്ട് പോകാൻ എൻ്റെ ഫ്രണ്ട്സിന് പറ്റത്തില്ല. അവർ എനിക്ക് വേണ്ടി സ്റ്റേ ചെയ്യുന്നത് എനിക്ക് അതിലും വിഷമം. ഞാൻ എൻ്റെ പേരൻസിനോട് പറഞ്ഞു, പ്ലീസ് വന്നെന്നെ കൊണ്ടുപോ, ഇവർക്ക് ഞാനൊരു ഭാരമാണ്. സോ എൻ്റെ പപ്പായും അമ്മയും എൻ്റെ ബ്രദറും കൂടെ വന്ന് അവർ ഒരു വണ്ടിയിൽ ഇതുപോലെ ട്രാക്ഷൻ ഇട്ട് തന്നെ പോകാൻ അറേഞ്ച് ചെയ്ത് അവരെന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് എന്നെ കൊല്ലത്ത് വരെ കൊണ്ടുപോകണം. സോ അവർ കൊണ്ടുപോയി. അങ്ങനെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്നെ എൻ്റെ ചർച്ചിലെ എല്ലാ ആൾക്കാരും വന്ന് കാണാൻ തുടങ്ങി. എന്നെ അങ്ങനെ കാണുന്നത് അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ഞാൻ ബേസ് ലൈനിൽ. കാര്യം ഓടി നടന്ന് ആരുടെ കാര്യത്തിനാണേലും ഇങ്ങനെ പോകുന്ന ഒരു നേച്ചർ എനിക്കുണ്ടായിരുന്നു. അന്നേരം എന്നെ അങ്ങനെ ഒറ്റ കിടക്കുന്ന കണ്ടിട്ട് എൻ്റെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് സഹിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അങ്ങനെ നവംബർ 15-ാം തീയതി ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ രാവിലെ ഉണർന്ന് ഞാൻ പറയാൻ തുടങ്ങി, എനിക്കിന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ പപ്പായും അമ്മയും എൻ്റെ ബ്രദറും എല്ലാവരും എന്നോട് ചോദിച്ചു, നിന്നെ ഇങ്ങനെ കിടക്കുന്ന കാണുന്നത് തന്നെ ഭയങ്കര സങ്കടമാണ്, ഇതിൻ്റെ കൂടി നീ 2 പേര് പിടിച്ചു കൊണ്ടുപോയി അവിടെ ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ആ ഒരു അവസ്ഥയിൽ നിന്നെ കാണുമ്പോൾ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല, നീ അവർക്കെല്ലാം വേദന കൊടുക്കത്തേ ഉള്ളൂ, എന്തിനാ നമ്മൾ അങ്ങനെ പോയി മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് കെയർ, എനിക്ക് എന്തായാലും ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണം. അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോണ്ട് എൻ്റെ ബ്രദർ പറഞ്ഞു, അവൾക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് ഞാൻ കൊണ്ടുപോകും. സോ എൻ്റെ അമ്മയുടെ അനിയത്തി, കാര്യം വീട്ടിൽ പകൽ ആരെങ്കിലും വേണം എൻ്റെ കൂടെ, അപ്പം നൈറ്റ് ചെയ്തിട്ട് പകൽ എന്നെ നോക്കാൻ വരും. അങ്ങനെ ഇവർ 2 പേരും കൂടെ എന്നെ ആ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി. അങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന ഉടനെ ഞങ്ങളുടെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ എം.ഐ. ജോർജ്, ഒരു പ്രായം ചെന്ന ഒരു അപ്പച്ചനാണ്. അപ്പച്ചൻ ഇപ്രകാരം പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവെ, പേടമാൻ പോലെ ഓടി നടന്നിരുന്ന ഒരു കുഞ്ഞാ, ഈ ഒരു അവസ്ഥ എനിക്ക് കാണാൻ വയ്യ, എൻ്റെ ചങ്ക് തകരുന്നു എന്ന് പറഞ്ഞ് അപ്പച്ചൻ നിർത്താതെ കരഞ്ഞു. ജനമെല്ലാം കരഞ്ഞു. എനിക്കും സങ്കടമാണ്, ഞാൻ എന്തോ ചെയ്യാനാ, ഞാനെല്ലാം ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സമയമായിരുന്നു. അങ്ങനെ ഏറ്റവും പുറയിൽ ഞാനിങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല, ഒരു കൈ ജനലിൽ ഇങ്ങനെ പിടിച്ച്, മറ്റ് നിറയെ ബ്രേസും ബെൽറ്റും എല്ലാം ഇട്ടേക്കുക, ഭിത്തിയിൽ ഇങ്ങനെ ചാരി, ബെഞ്ച് ഭിത്തിയോട് ചേർത്ത് ഞാനിങ്ങനെ റിയലി ഹെൽപ്ലെസ് ആയിട്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ കാലിങ്ങനെ തിരിഞ്ഞിരുന്ന ആരെങ്കിലും പിടിച്ച് നേരെ വെച്ചില്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല അതെങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും. എനിവേ അങ്ങനെ പ്രാർത്ഥന നല്ലതായിട്ട് നടക്കുന്ന സമയത്ത്, പ്രാർത്ഥനയുടെ ഒരു പീക്ക് മൊമെൻറ്റിൽ ജനമെല്ലാം ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമയമുണ്ടായി. അവർ പാടി ആരാധിച്ചത് അത്ഭുതമേശുവിൻ നാമം എന്നുള്ള പാട്ടിൻ്റെ മുടന്തുള്ളവർ കുതിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും.
ആത്മാവിൽ അവർ റിപ്പീറ്റഡ്ലി അത് തന്നെ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് പെട്ടെന്ന് ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിച്ചു. എനിക്ക് ഒരു കൈ എടുത്തു കഴിഞ്ഞാൽ ഞാൻ താഴെ പോകും, എനിക്ക് ഒരു സപ്പോർട്ടും ഇല്ല വേറെ. അപ്പം ഞാൻ എൻ്റെ തൊടയിൽ ഇങ്ങനെ തട്ടി അവരുടെ കൂടെ പാടാൻ വേണ്ടി ശ്രമിക്കുക. പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ മണിക്കൂറുകൾ മുട്ടയിലിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു കൃപയാൽ. അങ്ങനെ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എത്ര മണിക്കൂർ ഞാനിങ്ങനെ ആരാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓൾ ഓൺ എ സഡൻ ഞാൻ ഹെൽപ്ലെസ് ആയി. ഒന്ന് കൈയടിക്കാൻ പോലും പറ്റത്തില്ല. മുട്ടയിലിരുന്ന് ആരാധിക്കുന്ന പോട്ടെ, ഒരു കൈയടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു എന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു ദൈവസന്നിധിയിൽ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ഒരു കാര്യം പറയാം. അന്ന് നീണ്ട 9 മാസങ്ങൾക്ക് ശേഷം എവിടെ എനിക്ക് ആദ്യം വേദന അനുഭവപ്പെട്ടോ, അവിടെ ഒരു ദൈവത്തിൻ്റെ കരം എന്നെ തൊടുന്നതായിട്ട്, ഒരു കരം കംപ്ലീറ്റ് എന്നെ സ്പർശിക്കുന്നതായിട്ട് ഞാൻ അനുഭവിച്ചു. 9 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കാലിൽ രക്തം ഓടുന്നത് ഞാൻ അനുഭവിച്ചു. ആ മൊമെന്റിൽ തന്നെ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന്. ഞാൻ എൻ്റെ ബ്രേസ് വലിച്ചൂരി തന്നെ നിന്നു, ഓടി ഞാൻ പുൾപിറ്റിൽ ചെന്നു, കർത്താവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞു. ദൈവമക്കളെ, ഞാനാണെങ്കിൽ തന്നെ നിൽക്കുന്നത് പോലും ഒരു വലിയ സാക്ഷ്യമായിരുന്നു. കാര്യം ഇവരെല്ലാം എന്നെ ഈ 9 മന്ത്സും എല്ലാ ദിവസവും കണ്ടവരാണ്. എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സ് MRI റിപ്പോർട്ട് കണ്ടവരാണ്. സോ ബേസിക്കലി ഇതൊരു വലിയ ക്രൂസൈഡോ വലിയ രോഗശുശ്രൂഷ നടക്കുന്ന സ്ഥലം ഒന്നും ആയിരുന്നില്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിൻ്റെ വിടുതൽ അനുഭവിച്ച ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ. അങ്ങനെ ഞാൻ തിരിച്ചു ചെന്നു, എൻ്റെ ഡോക്ടേഴ്സിനെ കാണിച്ചു. എൻ്റെ ഡോക്ടർ ആദ്യമായിട്ട് ഞാനിങ്ങനെ നിവർന്ന് നിന്ന് കാണുന്നത്. സോ കിടന്ന് മാത്രം എന്നെ കണ്ടിട്ടുള്ള ഡോക്ടർ നിന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മുഖം പോലും ഞാൻ തിരിച്ചറിയുന്നില്ല. എന്നെ ഒരു എക്സ്റേ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി, എനിക്കറിയാം കർത്താവിനെ സുഖമാക്കിയെന്ന്. സാറിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം ആദ്യത്തെ എക്സ്റേയും ഇപ്പോഴത്തെ എക്സ്റേയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അങ്ങനെ ഒരു സംഭവം പോലും നടന്നതായിട്ട് തോന്നാത്ത രീതിയിൽ അത്രമാത്രം വ്യത്യാസം വന്നിരിക്കുമായിരുന്നു. എനിവേ, അന്ന് മാസങ്ങൾ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. എന്നെ കർത്താവ് സുഖമാക്കിയെന്ന് സാക്ഷ്യമായി ഞാൻ തിരിച്ചെൻ്റെ ക്യാമ്പസിൽ ചെന്നപ്പോൾ അനേകർ കർത്താവിനെ സ്വീകരിക്കാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ, എനിക്ക് 92% മാർക്കോടെ ഞാൻ SSLC പാസ്സായെന്ന്. എന്നാൽ അന്നൊക്കെ ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് പഠിച്ചു നേടിയെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ BSc നഴ്സിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഒരിക്കലും വിചാരിച്ചതല്ല. ആ സമയത്ത് കർത്താവ് ഈ എക്സാം ആരൊക്കെയോ വായിച്ച് കേട്ട്, തന്നെ ഒന്നും പഠിച്ചിട്ടില്ല, ആരൊക്കെയോ വായിച്ച് കേട്ട ഓർമ്മയില്ല ഞാനിത് ചെയ്യുന്നത്. എനിക്ക് എല്ലാ സബ്ജക്റ്റിനും 80+ മാർക്കോടെ പാസ്സാകാൻ കർത്താവ് സഹായിച്ചു. സ്വന്തം കഴിവുകൊണ്ടല്ല, ദൈവത്തിലും ഐ എം നത്തിങ് എന്ന ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത ആ ഒരു മൊമെന്റ്, കംപ്ലീറ്റ് കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെന്റ്, കർത്താവ് എന്നെ നല്ല റിസൾട്ട് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ നഴ്സിംഗ് പോലും കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് അത് കഴിഞ്ഞ് നാട്ടിൽ വെച്ച് തന്നെ കല്യാണം നടക്കാനും, ഈ 9 മന്ത്സ് ഞാൻ എൻ്റെ ഫെമിനൈനായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും എനിക്ക് ഇംബാലൻസ്ഡ് ആയിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഒരിക്കലും പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കരുത്,